വന്ദേ ഭാരത് വരുന്നതിന്റെ ആവേശത്തിലാണ് ബംഗളൂരു മലയാളികൾ. 8 മണിക്കൂർ കൊണ്ട് നാടെത്താമെന്നത് മലയാളികളെ സംബന്ധിച്ച് ഏറെ ഉപകാരപ്രദമാണ്. ഉദ്യാന നഗരിയിലെത്തുന്ന വന്ദേ ഭാരതിന് വൻ സ്വീകരണം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മലയാളി സംഘടനകൾ. ബംഗളൂരു മലയാളികൾ ഏറെ കാത്തിരുന്ന വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് തുടങ്ങുകയാണ്. രാവിലെ 5:10 ബംഗളൂരുവിൽ നിന്ന് പുറപ്പെട്ട് 2 മണിയോടുകൂടി എറണാകുളത്തും തിരിച്ച് ഉച്ചതിരിഞ്ഞ് 2:20 പുറപ്പെട്ട് രാത്രി 11 മണിയോടുകൂടി ബംഗളൂരുവിലും എത്തിച്ചേരുന്നതാണ് സർവീസ്. ഇടയിൽ തൃശ്ശൂർ, പാലക്കാട്, കോയമ്പത്തൂർ, തിരുപ്പൂർ, സേലം, കൃഷ്ണരാജപുരം ഇത്രയിടങ്ങളിൽ സീറ്റുമുണ്ടാകും. ഏതായാലും കുറച്ച് ബംഗളൂരു മലയാളികൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഏതായാലും വന്ദേ ഭാരതൊക്കെ വരികയാണ്. എന്താ നിങ്ങളുടെ ഒരു റിയാക്ഷൻ എങ്ങനെയാണ്? ബാംഗ്ലൂരിലെ മലയാളികളെ സംബന്ധിച്ച് ഇത് ഏറ്റവും വലിയൊരു സന്തോഷത്തിൻ്റെ ഒരു ദിവസം തന്നെയാണ് ഈ വന്ദേ ഭാരത് വരുന്നത് പറയുന്നത്. കാരണം ഒരുപാട് സംഘടനകളുടെ നിരന്തര പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രെയിൻ കിട്ടാൻ നമുക്ക് കാരണം ഒരുപാട് മലയാളികൾ ഒത്തിരി ദുരിതമേറിയാണ് കേരളത്തിലേക്കെല്ലാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് എല്ലാവർക്കും ഒരു സന്തോഷമാണ്. അത് പ്രത്യേകിച്ച് ബാംഗ്ലൂരിലെ എല്ലാ മലയാളികൾക്കും 5:10 എന്നുള്ളത് അതൊരു 6 മണി 6:30 സമയമാണെങ്കിൽ എല്ലാവർക്കും എത്തിപ്പെടാനായിട്ട് പറ്റും. കാരണം ബാംഗ്ലൂരിലെ ട്രാഫിക്കും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. 8 റാക്കിലാണ് വണ്ടി ഓടിക്കുന്നത് പറയുന്നത്. ഏകദേശം 800 യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. അടുത്തത് ഏകദേശം 16 റേക്ക് വരും. അതുപോലെ 1600 പേർക്കോളം യാത്ര ചെയ്യാൻ സൗകര്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇത് ബാംഗ്ലൂർ മലയാളികൾക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. നമ്മുടെ യാത്രാക്ലേശത്തിന് ഒരു പക്കം പരിഹാരമാകുന്നു. ഒരു സ്ലീപ്പർ ട്രെയിനാണോ നമുക്ക് കൂടുതൽ ആവശ്യം? എന്താ തോന്നുന്നു? സ്ലീപ്പറിൻ്റെ ആവശ്യം കൂടുതലാണ്. എന്തായാലും വന്ദേ ഭാരത് വരുന്നത് മലയാളികൾക്ക് ഇവിടെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാവർക്കും ടൈമാണല്ലോ നോക്കുന്നത്. മറ്റേ 12 മണിക്കൂർ കൊണ്ട് എത്തിപ്പെടുന്നതൊക്കെ 8 മണിക്കൂർ എത്താന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷം തന്നെയാണ്. വീണ്ടും ഒരു ട്രെയിൻ കൂടി ആവശ്യമാണ്. അതൊരു സ്ലീപ്പർ ട്രെയിൻ ആയിരുന്നാൽ ഒത്തിരി ഉപകാരപ്രദമായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. രാവിലെ 5 മണിക്കാണ് മെട്രോ സർവീസ് തുടങ്ങുന്നത്. 5:20 KR പുരത്ത് നിന്ന് ഈ ട്രെയിൻ പുറപ്പെടുക. അല്ലെങ്കിൽ 5:10 മജസ്റ്റിക്കിൽ നിന്ന് പുറപ്പെട്ട് കൂടുതൽ ആളുകൾക്ക് സൗകര്യപ്രദമായ KR പുരത്ത് എത്തുന്നത് 5:20 കൂടിയാണ്. അതുകൊണ്ട് ഈ തെക്കൻ ബംഗളൂരുവിൻ്റെ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ ഇത് കുറച്ചുകൂടി സമയം വൈകിയാൽ അതിൽ എത്തിച്ചേരാനുള്ള എളുപ്പമുണ്ടാകുമെന്നുള്ള ഒരു അഭിപ്രായം കൂടി ബംഗളൂരു മലയാളികളുടെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. ഏതായാലും എന്തൊക്കെ കുറവുണ്ടെങ്കിലും ഈ സർവീസിനെ കൈയടിച്ച് തന്നെ സ്വീകരിക്കുന്നു. ഇനി വന്ദേ ഭാരതിൻ്റെ സ്ലീപ്പർ സർവീസ് കൂടി ആരംഭിക്കട്ടെ എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്.